അഭ്രപാളികളിലെ വസ്ത്രങ്ങൾക്ക് ശോഭ കൂട്ടിയിരുന്ന ഒരാൾ പിന്നീട് നടനാകുകയും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമൊക്കെ ചെയ്ത് ആഭാലവൃത്തം ജനങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ ജനകീയ നടനായി തീർന്നുവെങ്കിൽ ആ വ്യക്തിത്വം പരുവപ്പെടുത്തിയെടുത്തിയതിൽ അദ്ദേഹത്തിന്റെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ വലിയൊരു കഥ പറയാനുണ്ടാകും. ഞാൻ പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസിന്റെ കഥയാണ്. അദ്ദേഹം എഴുതിയ ആത്മകഥയായ ഇന്ദ്രധനുസ്സിനെ കുറിച്ചാണ്. ഒരു സിനിമാ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ആദ്യ ഭാഗമായ ആടലോടക കാട് എന്ന അധ്യായം ആരംഭിക്കുന്നത്. ആടലോടക കാടുകൾക്കിടയിൽ നിന്നാണ് അവരെന്നെ കണ്ടുപിടിച്ചത്. ദൂരെ നിന്നും ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നു നോക്കിയത്. എങ്ങും കുറ്റാക്കുറ്റിരുട്ട്, ഞാനൊന്നും കാണുന്നില്ല. തൊട്ടടുത്ത് കിടന്ന അനിയൻ വിജയനെ തോണ്ടി വിളിക്കാമെന്ന് കരുതി ഞാൻ തപ്പി നോക്കി, അവനെയും കാണുന്നില്ല. എൻ്റെ തലയുടെ അടിയിൽ തലയണയില്ല. ദൂരെ നിന്നും ഒരു ചിമ്മിണി വെളിച്ചത്തിന്റെ ശബ്ദം കേൾക്കാം. ആ ശബ്ദം എടാ സുരാ സുരാ എന്നാണ്. അമ്മയാണ് വിളിക്കുന്നത്. എൻ്റെ അടുത്തേക്കാണ് അമ്മ നടന്നു വരുന്നത്. അമ്മ എന്തിനാണ് ഈ പാതിരാത്രിയിൽ എണീറ്റ് നടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഉറക്കെ വിളിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു ഞെരക്കം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കി ഞാൻ ആടലോടക കാടുകൾക്കിടയിലാണ് കിടക്കുന്നതെന്ന്. കുട്ടിക്കാലത്ത് രാത്രിയിൽ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ശീലം വ്യക്തമാക്കുന്നത് ഇന്ദ്രൻസ് ഈ കഥ പറഞ്ഞുകൊണ്ട് പകൽ പോലും ഇറങ്ങാൻ പേടിച്ചിരുന്ന ഇടങ്ങളിൽ എങ്ങനെ താൻ രാത്രിയിൽ എത്തപ്പെട്ടു എന്ന് പലവട്ടം ഇന്ദ്രൻസ് ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒന്നും ഇന്ദ്രൻസിന് പിടികിട്ടിയിരുന്നില്ല. ഇന്ദ്രൻസും അനിയൻ വിജയനും കിടന്നിരുന്നത് അമ്മുമ്മയുടെ കട്ടിലിനടിയിലായിരുന്നു. അമ്മുമ്മ എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി ഭഗവതി അമ്മുമ്മ. ഇന്ദ്രൻസ് ജനിച്ചത് പോത്തങ്കോടുള്ള അമ്മയുടെ വീട്ടിലായിരുന്നുവെങ്കിലും വളർന്നത് കുമാരപുരത്തായിരുന്നു. അച്ഛൻ്റെ വീട് കുമാരപുരം ജംഗ്ഷൻ അന്നറിയപ്പെട്ടിരുന്നത് കഞ്ഞിപ്പുരമുക്ക് എന്നാണ്. കൊട്ടാരത്തിന്റെ വക അന്നദാനപ്പുരയുണ്ടായിരുന്ന സ്ഥലമായതിനാലാണ് അതിന് കഞ്ഞിപ്പുരമുക്കെന്ന് പേര് വന്നത്. ഒട്ടേറെ ചുമട് താങ്ങി വന്നിരുന്ന തൊഴിലാളികൾക്കും മറ്റുള്ള മനുഷ്യർക്കും ആശ്വാസമേകിക്കൊണ്ട് ആ ജംഗ്ഷനിൽ ഒരു ചുമട് താങ്ങിയും ഈ അന്നദാനപ്പുരയും ഉണ്ടായിരുന്നു. ഒട്ടേറെ മനുഷ്യർക്ക് ആശ്വാസമേകിയ ആ ചുമട് താങ്ങി ഇന്നവിടെ ഇല്ല. വികസനത്തിന്റെ ഭാഗമായി ആ ചുമട് താങ്ങി എങ്ങോട്ടോ എടുത്തിട്ട് പോയി. എന്നാൽ വഞ്ചി പൂർ ഫണ്ടിന്റെ ഭാഗമായി ആ അന്നദാനപ്പുര ഇന്നും അവിടെ നിലനിൽക്കുന്നു. കഞ്ഞിപ്പുര ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒരു ചെമ്മൺ പാതയുണ്ടായിരുന്നു. ആ ചെമ്മൺ പാത ചെന്നു തീരുന്നത് വയലുകളും കുളവും ഒക്കെയുള്ള ഒരു ചതുപ്പ് പ്രദേശത്തായിരുന്നു. പൂന്തി എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. ഇറങ്ങിയാൽ താഴ്ന്നു പോകുന്നത് കൊണ്ടായിരിക്കാം അതിന് പൂന്തി എന്ന പേര് വന്നത്. ആ പൂന്തിയിലെ വയലുകളും കുളവുമൊന്നും ഇന്നില്ല. ആ മനോഹരമായ വയലും കുളവുമെല്ലാം അത്ര തന്നെ മനോഹരമായ ഏതോ മല ഇടിച്ചു കൊണ്ടുവന്ന് നികത്തി എന്നാണ് ഇന്ദ്രൻസ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു പ്രകൃതി സ്നേഹിക്ക് മാത്രമേ ഒരു മനുഷ്യ സ്നേഹിയാകാൻ കഴിയൂ എന്ന് വ്യക്തമാക്കുന്ന ഒരു വാചകമാണ് ഞാൻ ഇവിടെ കണ്ടത്. കഞ്ഞിപ്പുരമുക്കിന്ന് പൂന്തി റോഡിലൂടെ പൂന്തി റോഡ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇന്ദ്രൻസിന്റെ വീടുണ്ടായിരുന്നത്. ആ പ്രദേശം കാട്ടുംപുറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങളൊക്കെ കാട്ടുംപുറത്തുകാരാണെന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞിരുന്നത്. ആ വീടിന് തൊട്ടു മുമ്പിലായി ഇവരുടെ കുടുംബക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ബാലസുബ്രഹ്മണ്യനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇന്ദ്രൻസിന് വളരെ ഇഷ്ടമുള്ള ഒരു ദേവനായിരുന്നു ബാലസുബ്രഹ്മണ്യൻ. ഞാനും അവിടുത്തെ ബാലമുരുകനുമായി വലിയ കൂട്ടാണെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത്. ഈ അമ്പലത്തിലെ കഴകം നോക്കിക്കൊണ്ടിരുന്നത് ഇന്ദ്രൻസിന്റെ അമ്മുമ്മയായ ഭഗവതി അമ്മുമ്മയായിരുന്നു. അവിടുത്തെ പൂജാപാത്രങ്ങളും നിവേദ്യപാത്രങ്ങളുമെല്ലാം കഴുകി വെക്കാൻ പോകുന്ന സമയത്ത് ഇന്ദ്രൻസിന്റെ ചേച്ചിയെയും കൂടെ അമ്മുമ്മ കൂട്ടുമായിരുന്നു. അമ്മുമ്മ ഒത്തിരി പഴഞ്ചൊല്ലുകളും ശ്ലോകവുമൊക്കെ ചൊല്ലുന്ന ഒരമ്മുമ്മയായിരുന്നു. ഒരു നിറവായിരുന്നു അമ്മുമ്മ എന്നാണ് ഇന്ദ്രൻസ് ഈ ബുക്കിൽ പറയുന്നത്. നന്നേ സുന്ദരിയായിരുന്ന അമ്മുമ്മ വിശേഷ ദിവസങ്ങളിൽ പോലും റൗക്ക് ഇട്ട് കണ്ടിട്ടില്ല എന്നാണ് ഇന്ദ്രൻസ് പറയുന്നത്. പഴഞ്ചൊല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കൊങ്കയില്ലാത്ത മങ്കയ്ക്ക് എന്തിന് റൗക്ക എന്നത്. ആദ്യമൊന്നും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രൻസ് വിചാരിച്ചിരുന്നു അത്രേ, ആവശ്യത്തിന് കൊങ്കയുണ്ടായിരുന്ന അമ്മുമ്മ എന്തുകൊണ്ടാണ് റൗക്ക ഇടാതിരുന്നത് എന്ന്. അമ്മുമ്മയ്ക്ക് കണ്ടുകൂടായിരുന്നിട്ടും ശ്രദ്ധയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആളുകളുടെ ശബ്ദം കേട്ട് ആരാണെന്ന് മനസ്സിലാക്കും. അവരെ പേരെടുത്ത് വിളിക്കും. അമ്മുമ്മയുടെ മുറിക്ക് ഇവർ വിളിച്ചിരുന്ന പേര് ബന്ദവസ് മുറി എന്നായിരുന്നു.
ആ മുറിക്കകത്ത് ആരെയും കയറ്റാൻ അമ്മുമ്മ അനുവദിക്കുകയുണ്ടായിരുന്നില്ല. ആ മുറിയുടെ ഒരു പാളി മാത്രമേ തുറക്കുകയുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് തിങ്ങി നിരങ്ങി കയറുകയും തിരിച്ചതുപോലെ തന്നെ ഇറങ്ങുകയും അമ്മുമ്മ ചെയ്തിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്തിരുന്നു. അവർക്ക് വേണ്ട ആഹാരം അടുക്കളയിൽ ഉണ്ടാക്കുകയും അതൊരു 3-4 ദിവസം കേടുപാടുകൂടാതെ സൂക്ഷിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഭഗവതി അമ്മൂമ്മയുടെ വീടിന് തൊട്ടടുത്തായിരുന്നു ഇന്ദ്രൻസിന്റെ അച്ഛൻ കൊച്ചുവേലുവിന്റെ വീട്. 4 ആണും 4 പെണ്ണും ഉൾപ്പെടെ 8 പേരുണ്ടായിരുന്ന ഇന്ദ്രൻസിന്റെ അച്ഛന്റെ കുടുംബത്തിൽ 2 ആൾക്ക് മാത്രമാണ് കഷ്ടിച്ചു ജീവിക്കാൻ കഴിഞ്ഞിരുന്നത്. അത്രയേറെ ചെറിയൊരു വീടായിരുന്നു അത്. കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇന്ദ്രൻസിന്റെ അച്ഛൻ കൊച്ചുവേലു തൊട്ടടുത്തുള്ള ഒരു വാടക വീട് കണ്ടുപിടിക്കാൻ ഇറങ്ങിയപ്പോൾ ഭഗവതി അമ്മൂമ്മയാണ് പറഞ്ഞിരുന്നത്, തൻ്റെ കൂടെ താമസിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു വാടകയും എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇന്ദ്രൻസിന്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ താമസം തുടങ്ങി. അതൊരു വലിയ വീടായിരുന്നു. കൊല്ലാകൊല്ലം ഓല മേയുമ്പോൾ ഒരു 300 മടൽ ഓലയങ്ങ് അതിനു വേണ്ടി വരുമായിരുന്നു. പ്രദേശത്ത് വെള്ളയടിച്ചൊരു വീട് അമ്മുമ്മയുടെ വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബ വീടെന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ പറയാം ഇച്ചിരി ഗമയോടെ എന്ന് ഇന്ദ്രൻസ് പറയുന്നു. വീടിനടുത്ത് ചെമ്പരത്തി കാടുപോലെ വളർന്നു കിടപ്പുണ്ട്. അതിനടുത്ത് ഒരു പുളിച്ചിമാവ്, വലതുവശത്ത് വഴിയരികിൽ അപ്പൂപ്പന്റെ ചുടലത്തെങ്ങ്, അതിനപ്പുറത്ത് നമ്മുടെ ആടലോടകക്കാട്. ഈ കഥയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബുക്ക് വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇത് പിന്തുടർന്ന് ഇതിലെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം.